എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുരുഷനെ സ്ത്രീയിലേക്ക് ഒരു കാന്തം പോലെ അടുപ്പിക്കുന്ന സ്ത്രീയുടെ 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ സ്ത്രീകൾ അറിഞ്ഞിരുന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സ്ത്രീകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുരുഷന്മാർ ആ ഒരു സ്ത്രീയെ ഇട്ടിട്ട് പോകത്തില്ല. ഒരുപാട് ഇൻറ്റിമസി ആ സ്ത്രീയായിട്ടുണ്ടാവും, ഒരുപാട് സ്നേഹിക്കും, ആ ഒരു ബന്ധം ദീർഘകാലം നിലനിൽക്കും. പ്രത്യേകിച്ച് വിവാഹിതരായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ സ്വന്തം ഭർത്താക്കന്മാരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് കഴിഞ്ഞാൽ അതിന് 100% റിസൾട്ട് കിട്ടുന്നതാണ്. ആ ഭർത്താക്കന്മാർ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കാനായിട്ട് തുടങ്ങും, നിങ്ങളിൽ അഡിക്റ്റഡായി മാറും എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്, ഒപ്പം തന്നെ ഒന്ന് ലൈക്കും ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് 100% ഒറിജിനലായിട്ടുള്ള 1% പോലും മായമില്ലാത്ത ബോഡി ബട്ടർ ക്രീമുണ്ട്. അപ്പോൾ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്, നിറം വെക്കാനും അതുപോലെ തന്നെ സ്കിന്ന് പട്ടുപോലെ മൃദുവാകാനും അതിനെപ്പോഴും ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നിലനിർത്താനും ഒക്കെ നല്ല ക്രീമാണ്. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള തേൻ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾപ്പൊടി അവൈലബിൾ ആണ്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് ഇൻവൈറ്റ് ഹിം ഇൻസ്റ്റെഡ് ഓഫ് ഡയറക്റ്റിംഗ് ഹിം ഓർ കമാൻഡിങ് ഹിം എന്നുള്ളതാണ്. അപ്പോൾ അത് പുരുഷന്മാർ സ്ത്രീകൾ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കമാൻഡ് ചെയ്യാതെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയെ പുരുഷന്മാർ എപ്പോഴും ഭയങ്കരധികം അവരിൽ അട്രാക്റ്റഡ് ആവും. അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് പുരുഷന്മാർ കൊതിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു പുരുഷന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ഇങ്ങനെ അത് ചെയ് ഇത് ചെയ് എന്നൊക്കെ പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ ഇങ്ങനെ ഓർഡർ ഇടുകയും അല്ലെങ്കിൽ അങ്ങനെ അനുസരിപ്പിക്കാൻ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൻ അങ്ങ് റിബലായി പോകും. അപ്പോൾ ഇനി അവനത് ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീകളോട് പുരുഷനിങ്ങനെ അട്രാക്ഷൻ കുറഞ്ഞു വരും. അപ്പോൾ അത് സ്വന്തം ഭാര്യമാരുടെ അടുത്താണെങ്കിലും അങ്ങനെ തന്നെ. എന്തെങ്കിലും ഒരു കാര്യം അത് ചെയ്യും മനുഷ്യനെ, ഇത് ചെയ്യും മനുഷ്യനെ, അല്ലെങ്കിൽ എന്നെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകും മനുഷ്യനെ, അല്ലെ അത് മേടിച്ചതാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ ഒരു റിബലായി മാറും. അവനത് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാകത്തില്ല. ആ പെണ്ണിനോട് അല്ലെ ആ സ്ത്രീയോട് അവന് യാതൊരു അട്രാക്ഷനും തോന്നത്തില്ല. പക്ഷേ മറിച്ചിട്ട് ആ പെൺകുട്ടി പറയുകയാണ്, അവനെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലൊന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രേസ് അതിനനുസരിച്ച് രൂപപ്പെടുത്തുക. നിങ്ങളുടെ വാക്കുകൾ ആ രീതിയിലൊന്ന് മാറ്റി ഒന്ന് പറഞ്ഞു നോക്കി, ഒരു ഇൻവൈറ്റിംഗ് ആക്കുക. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അവൻ്റെ മനസ്സിൽ ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള വലിയൊരു ആഗ്രഹം ഉദിക്കും. അവന് തന്നെ അത് ചെയ്യാൻ കൊതിയാവും. ആ കൊള്ളാലോ, ഇത് അടിപൊളി പരിപാടിയാണല്ലോ എന്ന് അവന് തോന്നണം. ആ രീതിയിൽ ഒരു ഇൻവൈറ്റിംഗ് ആയിട്ടുള്ള രീതി വേണം നിങ്ങൾ പറയാനായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു സിനിമ കാണാൻ പോകണമെങ്കിൽ മനുഷ്യനെ എന്നെ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് സിനിമ കാണാൻ കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ അവനത് താല്പര്യം ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾ പറയുകയാണ്, ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ അടുത്ത് സിനിമ കാണാൻ പോകാൻ കൊതിയാവുന്നു, ചേട്ടൻ്റെ അടുത്ത് സിനിമ കാണുമ്പോൾ എന്ത് റൊമാൻറ്റിക് ഫീലാണെന്നറിയോ, അപ്പോൾ ആ ഒരു റൊമാൻറ്റിക് ഫീൽ എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഏത് തിയേറ്ററിലാണ് ചേട്ടൻ എന്നെ കൊണ്ടുപോകുന്നത്, അപ്പോൾ ഏത് സിനിമയ്ക്ക് ചേട്ടൻ എന്നെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഇന്ന സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ ആ കുറേ കൂടെ റൊമാൻറ്റിക് ആവും എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അവൻ തീർച്ചയായിട്ടും അവന് തന്നെ തോന്നും, കൊള്ളാലോ ഒക്കെ എൻ്റെ അടുത്തിരുന്ന് സിനിമ കാണുന്ന ഭയങ്കര റൊമാൻറ്റിക് ഫീലാണ്, എന്നാൽ പിന്നെ ആ ചാൻസ് മിസ് ചെയ്യേണ്ടത് അടിപൊളി പരിപാടിയാണല്ലോ എന്ന് അവന് തന്നെ തോന്നും. അതിപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലം കാണാൻ പോകാൻ, ഒരു ട്രിപ്പിന് പോകാനാണ്, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ പോകാനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പറയാം, ചേട്ടൻ്റെ അടുത്ത് കൈ പിടിച്ച് ഇന്ന സ്ഥലത്ത് പോകാനായിട്ട്, ഒരു ട്രിപ്പിന് പോകാൻ എനിക്ക് കൊതിയാവുന്നു, ഇന്ന സ്ഥലത്ത് ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും ചേട്ടൻ്റെ കൂട്ടത്തിൽ അങ്ങനെ കൈ പിടിച്ച് നടക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും എന്ത് രസമാണ് ചേട്ടൻ്റെ കൂട്ടത്തിൽ പോകാനായിട്ട്, ഒരു പ്രത്യേക ഫീലാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ വാക്കുകൾ തന്നെ ആ ചേട്ടന് ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ ആ ചേട്ടൻ ഭയങ്കര റൊമാൻറ്റിക് ആവും, അത് വിഷ്വലൈസ് ചെയ്യും. അപ്പോൾ ആ ചേട്ടന് തന്നെ ആഗ്രഹം വരും, നിങ്ങളെ കൊണ്ടുപോകണം, നിങ്ങളുടെ ആഗ്രഹം നടത്തിത്തരണം. അപ്പോൾ പുള്ളി തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരും. അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് ആ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കമാൻഡ് ചെയ്യാതെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയെ പുരുഷന്മാർ എപ്പോഴും ഭയങ്കരധികം അവരിൽ അട്രാക്റ്റഡ് ആവും. അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് പുരുഷന്മാർ കൊതിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഹീറോസൈസ് ഹിം ഇൻസ്റ്റെഡ് ഓഫ് ക്രിട്ടിസൈസിങ് ഹിം ഓർ ബ്ലെയിമിങ് ഹിം എന്നുള്ളതാണ്. അപ്പോൾ പുരുഷൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കുറ്റങ്ങളും കുറവുകളും വരുമ്പോൾ അവനെ നിങ്ങൾ പരിഹസിക്കരുത്, അല്ലെ അവനെ നിങ്ങളിങ്ങനെ കളിയാക്കരുത്. അതുമല്ലേ അവൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ അവനെ കുറ്റപ്പെടുത്തരുത്, അവനെ വിമർശിക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പുരുഷന്മാർ റിബലായി മാറുകയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടക്കേട് മനസ്സ് കൊണ്ടുവരും, നിങ്ങളുമായിട്ട് അകലാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. പക്ഷേ അതിന് പകരം അവനെ ഹീറോസൈസ് ചെയ്യുക, അതായത് അവൻ്റെ പൊട്ടൻഷ്യലുകളെ നിങ്ങൾ ആ ഒരു സമയത്ത് അപ്രിഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ അവന് നിങ്ങളോട് ഭയങ്കരധികം അട്രാക്ഷൻ തോന്നും. കാരണം തന്നെ കുറ്റപ്പെടുത്താത്ത ഒരു ഭാര്യയാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണ് അവൻ്റെ മനസ്സിൽ എപ്പോഴും. നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ അല്ലെ പെൺകുട്ടി, അവൾക്ക് എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും പുരുഷൻ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല, അവളുമായിട്ട് അകലാൻ തുടങ്ങും, അവളെ ഉപേക്ഷിക്കും, അധികകാലം ആ ഒരു ബന്ധം തുടർന്ന് പോകത്തില്ല. ഉദാഹരണത്തിന് അവൻ ഒട്ടും ഡ്രസ്സിങ് സെൻസ് ഇല്ല എന്ന് കരുതുക, അവൻ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അവനെ കൂടെ കൊണ്ടുനടക്കാൻ തന്നെ നിങ്ങൾക്ക് നാണക്കേടാണ്. അപ്പോൾ നിങ്ങൾ പറയണം, നിൻ്റെ ഒരു ഡ്രസ്സിങ് ഇതിപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരികളുടെ മുമ്പിലൊന്നും നിങ്ങളെ കൊണ്ട് പോകാൻ പോലും പറ്റത്തില്ല, എന്തൊരു നാണക്കേടാണ്, എന്തൊരു വൃത്തിയിട്ട ഡ്രസ്സിങ് ആണ് നിങ്ങൾക്ക് ഒരു ഡ്രസ്സിങ് സെൻസും ഇല്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വളരെയധികം ഒഫൻഡഡ് ആവും. അവൻ പിന്നെ നിങ്ങളുടെ അടുത്ത് വരാൻ പോലും തയ്യാറാവത്തില്ല, നിങ്ങൾ മനസ്സിൽ നിന്നും നിങ്ങളെ എടുത്ത് കളയും എന്നുള്ളതാണ്. പക്ഷേ അതിന് പകരം അല്ലെ ഇപ്പം ഭർത്താവാണെങ്കിൽ പിന്നെ നിങ്ങളുടെ കൂടത്തിൽ നടക്കുകയല്ല, അവൻ പിന്നെ ഒരു 10 അടി മാറിയേ നടക്കത്തുള്ളൂ, നിങ്ങളുടെ ഒപ്പം എവിടെയും വരത്തില്ല എന്നുള്ളതാണ്.
അപ്പോൾ അതിന് പകരം അവനെ ഒന്ന് ഹീറോസൈസ് ചെയ്യുക, അവനെ ഒരു ഹീറോ ആക്കി മാറ്റുക, ആ രീതിയിൽ സംസാരിക്കുക. അപ്പോൾ അവൻ അവിടെ ചേഞ്ച് ആവും. അപ്പം ഇവൻ്റെ ഡ്രസ്സിങ് സെൻസ് കൊള്ളത്തില്ലേ നിങ്ങൾ പറയേണ്ടത്, ചേട്ടാ അത് ഈ ടൈപ്പ് ഡ്രസ്സ് ഇട്ടാണ്ടല്ലോ ചേട്ടനെ പൊളിക്കും, ഭയങ്കര രസമായിരിക്കും, എന്ത് രസമാണ് ചേട്ടനെ കാണാനെന്നറിയോ, അങ്ങനെ ഒന്ന് ഇട്ട് നോക്കി. ഇപ്പോൾ AI ഒക്കെ കാലഘട്ടമല്ലേ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഈ മനുഷ്യനെ AI കൊണ്ട് ധരിപ്പിച്ച് കാണിച്ചു കൊടുക്കാം. കണ്ടോ ഈ ഡ്രസ്സ് ചേട്ടന് ഭയങ്കര അടിപൊളിയാണ്, എല്ലാ പെൺപിള്ളേരും വായി നോക്കി പോകും, അത്രയ്ക്ക് സൂപ്പറാവും ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഈ പുള്ളി അത് കൊള്ളാലോ എന്നോർത്ത് പുള്ളി തന്നെ പിന്നെ ആ ഡ്രസ്സൊക്കെ ഇടാനായിട്ട് തുടങ്ങും. ഇനി അവൻ്റെ കുറ്റങ്ങളും കുറവുകളും എന്തും ആയിക്കൊള്ളട്ടെ, അവനെ ഇങ്ങനെ വിമർശിക്കാതെ ഈ രീതിയിലൊന്ന് ഹീറോ ആക്കി നോക്കുക. ചേട്ടന് പറ്റും, ഈ കാര്യം ചേട്ടൻ ചെയ്താൽ പൊളിക്കും, ഒരു പ്രാവശ്യമൊക്കെ ആർക്കും അബദ്ധം പറ്റാലോ, ഇനി ചേട്ടൻ ചെയ്യുമ്പോൾ അത് ശരിയാവും, അങ്ങനെ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്, ചേട്ടൻ അത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അവൻ്റെ ഉള്ളിലെ പൊട്ടൻഷ്യലുകൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവൻ അവൻ്റെ ആ കുറവുകളെ മറികടക്കാനായിട്ട് തുടങ്ങും. അല്ലെ അവൻ്റെ മിസ്റ്റേക്കുകളെ അവൻ തന്നെ തിരുത്തും. അവൻ അതെല്ലാം പരിഹരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല മിടുമിടുക്കനാവും. അപ്പോൾ അവന് നിങ്ങളോട് ഭയങ്കരധികം അട്രാക്ഷൻ തോന്നും. ഇനി മൂന്നാമത്തെ അവൻ്റെ ഒരു കംഫർട്ട് സോണായി മാറുക എന്നുള്ളതാണ്. അതായത് ഒരു ജഡ്ജ്മെൻറ്റും കൂടാതെ അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അവനെ എന്തും ഫ്രീ ആയിട്ട് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ അവനുള്ള ഫ്രീഡം കൊടുക്കണം. അല്ലെ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഒഫൻഡഡ് ആവുന്നു, പെട്ടെന്ന് അവനുമായിട്ട് വഴക്ക് കൂടുന്നു, അല്ലെ അവനോട് പിണങ്ങുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അപ്പോൾ പുരുഷന്മാർക്ക് ഒന്നും തുറന്നു പറയാൻ പറ്റത്തില്ല. പിന്നെ മാക്സിമം എത്ര ഫ്രീ ടൈം അവന് വേണ്ടി ചിലവഴിക്കാൻ പറ്റും, സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ഒരു സമയം നിങ്ങൾ കൊടുക്കുക. കാരണം കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഒരു ബന്ധം വളരുക, അവിടെ അവൻ അവൈലബിൾ ആകുക. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അവൈലബിൾ ആയ അവരോർക്കണം അവരോടുള്ള സ്നേഹം കുറയും. അങ്ങനെയല്ല, നിങ്ങൾ ശരിക്കും എത്രമാത്രം അവൈലബിൾ ആവുമോ അത്രമാത്രം ഈ പുരുഷൻ നിങ്ങളിൽ അഡിക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് ആ ബന്ധത്തെ വളരെയധികം ബലവത്താക്കുന്നത്, അവനെ നിങ്ങളിൽ അഡിക്റ്റഡ് ആക്കി മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് അവനെ സംസാരിക്കാനുള്ളത് അവസരവും സ്പേസും കൊടുക്കുക, അവനെ ജഡ്ജ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ അടുത്ത് അവന് വേണേൽ കുട്ടിക്കളിയോ കളിചിരിയോ എന്തും അവനൊരു കുട്ടിയെപ്പോലെ പെരുമാറാനും പറ്റണം. കാരണം പുറത്തെല്ലാവരുടെ അടുത്തും വലിയ മാസ്കൊക്കെ ധരിച്ച് ഞാനെന്തോ വലിയ ആളാണെന്നുള്ള രീതിയിൽ പെരുമാറും. പക്ഷേ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ഒരു പുലിമുരുകന്മാരൊക്കെ എലിമുരുകന്മാരാവുകയല്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവൻ്റെ വൾണറബിലിറ്റീസും പ്രശ്നങ്ങളും എല്ലാം അവൻ ഓപ്പൺ അപ്പ് ചെയ്യാനും അവനായിരിക്കാനും ഉള്ളൊരു സ്പേസ് നിങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ നിങ്ങളെ ഇട്ടിട്ട് എവിടെയും പോകത്തില്ല, നിങ്ങളെ അഡിക്റ്റഡ് ആയിട്ട് സ്നേഹിക്കും എന്നുള്ളതാണ്. തന്നെയല്ല പുരുഷന്മാർക്കൊക്കെ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അവരുടെ ഡെയിലി ലൈഫിൽ അനുഭവിക്കുന്നവരാണ്. ജോലിയും ഇൻകം സംബന്ധിച്ചൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഓപ്പൺ അപ്പ് ആകാനൊരു സ്പേസ് വേണം, ഒരു എൻ്റർടൈൻമെൻറ്റിന് ഒരു സ്പേസ് വേണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവനൊരു നല്ല എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു സേഫ് സോണിലോട്ട് വന്ന പോലെ ടെൻഷനും പ്രശ്നങ്ങളെല്ലാം അറിയുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുന്നു, അവൻ്റെ ഉള്ളിൽ ഒരുപാട് ഡോപ്പമിൻ ഹൈപ്പ് ഉണ്ടാവുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അവൻ പിന്നെ നിങ്ങളിൽ അഡിക്റ്റഡ് ആവും. അവന് കൂടുതൽ ഡോപ്പമിൻ ഹൈപ്പ് കിട്ടുന്നത് നിങ്ങളുടെ അടുത്ത് നിന്നായിരിക്കും. അപ്പോൾ അവൻ എന്ത് ചെയ്യും, നിങ്ങളെ തേടി തന്നെ വരും, അവൻ എവിടെയും പോകത്തില്ല, നിങ്ങളിൽ അഡിക്റ്റഡ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കും എന്നുള്ളതാണ്. പിന്നെ അവൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനും അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ്സ് വരുമ്പോഴും നിങ്ങളെ ആയിരിക്കും അവൻ ആദ്യമേ ഓർക്കുന്നത്, ഉടനെ തന്നെ നിങ്ങളെ വിളിക്കും. അങ്ങനെ നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ അവൻ അഡിക്റ്റഡായി മാറും, നിങ്ങളിൽ അഡിക്റ്റഡായി മാറും എന്നുള്ളതാണ്. ഇനി നാലാമായിട്ട് ആംപ്ലിഫൈ യുവർ ഫെമിനിൻ നേച്ചർ എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് അവരുടെ ഒരു സംഭവം എന്ന് പറയുന്നത് അവരുടെ സ്ത്രൈണത തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്ത്രൈണത നിങ്ങൾ കൂട്ടാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും സ്ത്രീകൾ ഈ സ്ത്രൈണത കുറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ പുരുഷൻ്റെ മുമ്പിൽ ഒരുപാട് അങ്ങ് ബോൾഡായി കഴിഞ്ഞാൽ, ഭയങ്കര ഈഗോയും ജാടയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ പുരുഷന് നിങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര അഹങ്കാരത്തോടെയൊക്കെ പെരുമാറില്ല, ആ പുരുഷൻ പെട്ടെന്ന് ടേൺ ഓഫ് ആവും. അപ്പോൾ സ്ത്രീകൾ അവർ സ്നേഹിക്കുന്ന പുരുഷൻ്റെ അടുത്ത് അതിലും വലിയൊരു മാസ്കുലിൻ എനർജിയോടുകൂടി പെരുമാറിക്കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ഭയങ്കര ടേൺ ഓഫ് ആവും, ഒരിക്കലും ഒരു അട്രാക്ഷൻ തോന്നത്തില്ല, അഡിക്ഷൻ തോന്നത്തില്ല. അപ്പോൾ സ്ത്രീകൾ കൂടുതൽ ഫെമിനിൻ ആവുകയാണ് വേണ്ടത്. അപ്പോഴാണ് ആ പുരുഷന്മാർക്ക് ഭയങ്കര ബയോളജിക്കലി അട്രാക്ഷൻ ഭയങ്കരമായിട്ടും കൂടുതൽ തോന്നുന്നത്. ആ സ്ത്രൈണ സ്വഭാവങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പുറത്തെടുക്കുക. അത് നിങ്ങളുടെ നടത്തത്തിലായിക്കോട്ടെ, നിങ്ങളുടെ സംസാര രീതിയിലായിക്കോട്ടെ, ആ ഒരു ക്യൂട്ട്നെസ് വിതറിയുള്ള സംസാരവും ആ ഒരു പുഞ്ചിരിയും ആ ഒരു നോട്ടവും ആ ഒരു നാണം ഗുണങ്ങളും ആ നിങ്ങളുടെ എക്സ്പ്രഷനുകളും ആ നിങ്ങളുടെ ബോഡി ലാംഗ്വേജസും എല്ലാം ഒരു സ്ത്രീകളുടെ രീതിയിൽ തന്നെ ശരിക്കും ആവണം. അപ്പോഴാണ് പുരുഷന്മാർക്ക് ശരിക്കും നിങ്ങളോട് അട്രാക്ഷൻ തോന്നുകയും അട്രാക്ഷൻ നിലനിൽക്കുകയും നിങ്ങളുടെ ആ ഒരു ഫെമിനിൻ നേച്ചർ അവൻ്റെ മനസ്സിൽ ശരിക്കും അവൻ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രൂപത്തോട് അവൻ അഡിക്റ്റഡ് ആവും എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ ഭയങ്കര ബോൾഡായിട്ട് ഭയങ്കര മാസ്കുലിൻ എനർജി പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ടേൺ ഓഫ് ആവും. അങ്ങനെയുള്ള സ്ത്രീകളോട് ഒട്ടും അട്രാക്ഷൻ തോന്നത്തില്ല എന്നുള്ളതാണ്. ഇനി അഞ്ചാമായിട്ട് റെഗുലേറ്റ് യുവർ മൂഡ് സ്വിങ്സ് ആൻഡ് ബി സ്റ്റേബിൾ എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പെൺകുട്ടികൾക്ക് പറ്റുന്നൊരു പ്രശ്നം അവർക്ക് അവരുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടൊക്കെ എപ്പോഴും മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചിലർക്ക് ഒരു മാസത്തിൽ 20 ദിവസവും മൂഡ് സ്വിങ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സംബന്ധമായിട്ട് ഭയങ്കര ദേഷ്യം ഉണ്ടാവും. അപ്പോൾ സ്നേഹിക്കുന്ന പാർട്ട്ണറുടെ അടുത്തായിരിക്കും ഈ ഒരു ദേഷ്യം എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളെ ഭയങ്കര സ്റ്റേബിളായിട്ട് എല്ലാ ദിവസവും ഒരേ സ്നേഹത്തോടെ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ആ മനുഷ്യനെ തലേദിവസം
നിങ്ങൾക്ക് ഒരു പക്ഷേ ഭയങ്കര സ്നേഹത്തോടെ ആയിരിക്കും നിങ്ങൾ പെരുമാറിയത്. പക്ഷേ പിറ്റേ ദിവസം നിങ്ങൾ അവനെ ഒരു പരിചയമില്ലാത്ത രീതി പെരുമാറുന്നു, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടു കൂടി പെരുമാറുന്നു, അല്ലെങ്കിൽ അവൻ എന്തോ തെറ്റ് ചെയ്ത പോലെ പെരുമാറുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ പുരുഷന്മാർക്ക് ഒരു പേടി തോന്നും, ദൈവമേ ഇവിടെ വിശ്വസിക്കാനുള്ളതില്ല, ഓരോ ദിവസവും ഓരോ സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവൻ ആ ഒരു സ്നേഹവും ഇൻറ്റിമസിയും ഒന്നും നിങ്ങളുടെ അടുത്ത് പുറത്തെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുക സ്ത്രീകൾ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മൂഡ് സ്വിങ്സ് റെഗുലേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഡെയിലി ലൈഫിലേക്ക് നിങ്ങളുടെ ആ ഒരു മൂഡ് സ്വിങ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരാത്ത സ്ത്രീകളെയാണ് പുരുഷന്മാർക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. ആ ബന്ധങ്ങളിൽ ഒരുപാട് വളർത്തും. അങ്ങനെയുള്ള പെൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടവും അട്രാക്ഷനും തോന്നും. അല്ലെങ്കിൽ നമുക്ക് പേടിയാണ്, ഒരു ദിവസം ഇവൾ ഭയങ്കര സ്നേഹമാണ്, പിറ്റേ ദിവസം പ്രശ്നമാണ്, മൊത്തത്തിൽ പ്രശ്നമാണ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നു, ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നൊക്കെ വരുമ്പോൾ അത് ബന്ധങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളും വെറുതെ പുരുഷന്മാരെ അട്രാക്റ്റ് ചെയ്യാനൊന്നുമല്ല, മറിച്ച് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. അത് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് കുറേ കൂടി ലോങ് ലാസ്റ്റിംഗ് ആവാനും അതൊക്കെ നമ്മളെ സഹായിക്കുന്നതാണെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നാളെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. നന്ദി.